കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ഇന്ന് ആരംഭിക്കാനിരുന്ന ലോ കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും ആഘോഷങ്ങളും ഒഴിവാക്കി. ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമാണ് ഒഴിവാക്കിയത്. 14-15 തീയതികളിൽ ലോ കേരള സഭ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം നടക്കും. അതേസമയം സമ്മേളനത്തിൽ ബഹിഷ്കരണം തുടരുകയാണ് പ്രതിപക്ഷം. അക്രമികളുടെ പരിപാടിക്കില്ലെന്ന് ആവർത്തിച്ച് ഗവർണറും നിലപാട് അറിയിച്ചു. കേരളീയം നവകേരള സദസ്സ് എന്നീ ധൂർത്ത് വിവാദങ്ങൾക്ക് പിന്നാലെയാണ് 4ാം ലോക കേരള സഭയും സംഘടിപ്പിക്കുന്നത്. മുൻ സമ്മേളനങ്ങളിൽ പ്രവാസികൾ മുന്നോട്ട് വെച്ച കാതലായ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ലെന്ന വിമർശനവും നിലനിൽക്കുകയാണ്. പതിവ് പോലെ ധൂർത്താരോപണവുമായി പ്രതിപക്ഷത്തിന്റെ ബഹിഷ്കരണവും ഇത്തവണയുമുണ്ട്. മേഖലാ സമ്മേളനങ്ങളുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിടാത്തതും വിവാദമായി തുടരുകയാണ്. സർക്കാർ നിലപാടുകളിലും തുടർച്ചയായ അവഹേളനങ്ങളിലും മനം മടുത്ത ഗവർണറും പരിപാടിയിൽ നിന്നും പിന്മാറി. ചീഫ് സെക്രട്ടറി നേരിട്ടെത്തി ക്ഷണിച്ചതിന് ശേഷം 2 തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം. Arif Muhammad Khan is not important, but the office of the governor of the state, that's a constitutional office. These ministers saying after my car was attacked, they say they should be given a warm handshake. So you are promoting violence and you want me to accept their invitation? No way. 14-15 തീയതികളിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 8 പ്രവാസി വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 300ഓളം പേർ ലോക കേരള സഭയിൽ പങ്കെടുക്കും. അതേസമയം കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കേണ്ട ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.